സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു. 2025 മാത്രം രോഗം ബാധിച്ചത് 201 പേർക്കാണ്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ഉറവിടം കണ്ടെത്താൻ കഴിയാതെയാണ് ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയത്. അതിനിടെ തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ ഇന്ന് മരിച്ചു. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടൽ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അരൂർ, തുറവൂർ പ്രദേശങ്ങളിൽ 8 റേഷൻ കടകളിൽ വിതരണത്തിനായി എത്തിച്ച അരിയിൽ പുഴുക്കളെയും മാലിന്യങ്ങളും കണ്ടെത്തി. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ എത്തിച്ച അരിയിലാണ് ഇത്തരത്തിൽ പുഴുക്കളും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പുഴുവിനെ കണ്ടതോടെ അരി വാങ്ങാനെത്തിയവർ റേഷൻ കടകളിൽ നിന്നും അരി വാങ്ങാതെ മടങ്ങി. ഉത്തർപ്രദേശിൽ തെരുവ് നായയോട് ക്രൂരത കാട്ടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെരുവ് നായയെ ആക്രമിക്കുകയും നായയെ ബലമായി മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ജിജേന്ദ്ര എന്ന യുവാവാണ് പോലീസിന്റെ പിടിയിലായത്. മദ്യലഹരിയിലായിരുന്ന യുവാവ് ഒരു നായയെ പിടിച്ചുവെച്ച് ബലമായി മദ്യം വായിൽ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വസതിക്ക് നേരെ ആക്രമണം. ഒഹിയോ സിൻസിനാറ്റിയിലെ ഔദ്യോഗിക വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലാണ്. JD വാൻസും കുടുംബവും വീട്ടിലില്ലായിരുന്ന സമയത്തായിരുന്നു ആക്രമണം.